കറി വന്നിട്ടുണ്ട്. ബീട്രൂട്ടാണെന്നാണ് തോന്നുന്നത്. അതെ, ബീട്രൂട്ട് തന്നെയാണ്. ചോറ് വന്നു. എല്ലാം മറ്റേ ട്രോളിയെ തള്ളിക്കൊണ്ടില്ല. പച്ചരിച്ചോറാണ്. പിന്നെ പായസം വന്നു. പരിപ്പോട, ചോറിൻ്റെ കൂടെ പരിപ്പോട, വെറൈറ്റി സാധനം. കുറച്ച് കൊഞ്ചം ഞാൻ എല്ലാം കൂടെ കൂട്ടി കഴിക്കുവാണ്. സൂപ്പറാട്ടോ. ഇവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രകൃതിയെ അധികം ദ്രോഹിക്കാത്ത രീതിയിലാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇലയാണെങ്കിലും വെള്ളമൊക്കെ ആണെങ്കിലും വെള്ളം നമ്മുടെ ചില്ലുകുപ്പി മാത്രമേ കുടിക്കാൻ പറ്റുള്ളൂ. എല്ലാം നല്ല കേട്ടോ, നല്ല ഫുഡാണ്. ഹായ് ഗായ്സ്, അങ്ങനെ നമ്മൾ തിരുപ്പതി അമ്പലത്തിൻ്റെ മുമ്പിലോട്ട് പോവാണ്. ഇതാണ് അമ്പലത്തിൽ നിന്ന് എന്താണ് നല്ല തിരക്കാണ്. ഇതുപോലെ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്നപ്പോൾ ഇത്രയും തിരക്കില്ല. നല്ല രീതിയിൽ ഇപ്പോൾ തിരക്കുണ്ട്. ഭയങ്കര തിരക്കും ഭയങ്കര വെയിലുമാണ്. ചെരുപ്പൊക്കെ ഇടാത്തതുകൊണ്ട് കാല് പൊള്ളുക. അതുപോലെ തിരക്കുണ്ട് ഇപ്പം. മലയാളികൾ വളരെ കുറവാണെന്ന് തോന്നുന്നു. അത് ആരെയും കണ്ടില്ല. എന്തായാലും അമ്പലം കാണാൻ നല്ല സൂപ്പർ അമ്പലമാണ്. വെള്ള കളറാണ് അമ്പലത്തിന് വേണ്ടി. നല്ല രസമുണ്ട് കാണാൻ. നല്ല രീതിയിൽ ചൂടുണ്ട്. കാല് നല്ലപോലെ പൊള്ളുന്നുണ്ട്. വല്ലാത്തൊരു വൈബാണ്. ഇങ്ങനെ മലയുടെ മേളിലൊരു അമ്പലം. കുറേ പേര് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്കും ഫോട്ടോ ഒക്കെ എടുക്കണം. മാർക്കറ്റാണ്. ചെറിയ ചെറിയ ഐറ്റംസൊക്കെ ഉള്ള മാലയുണ്ട്. പിന്നെ ഈ കോല വിടുന്ന സാധനങ്ങൾ, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ വിൽക്കുന്ന സംഭവം. പിന്നെ പൂക്കൾ, പല പല ടൈപ്പ് പൂക്കൾ. ഇത് ഉണ്ടാക്കി വെച്ചേക്കുന്നത് പ്ലാസ്റ്റിക്കാണോ അണ്ണാ? അത് പിന്നെ കുറേ കടകളുണ്ട് കേട്ടോ. പൊരി വിൽക്കുന്ന കടകൾ, സാധനങ്ങളൊക്കെ വിൽക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ, കടകൾ, എല്ലാ ഐറ്റവും ഉണ്ട്. വളകൾ, ബാലാജിയുടെ ഫോട്ടോകൾ, ദൈവത്തിൻ്റെ ഫോട്ടോകൾ, ഇത് തൊപ്പിക്കടകൾ. ഞാനും മേടിച്ചൊരു തൊപ്പി. അത് ഞാൻ നേരത്തെ മേടിച്ചാണ്. വലിയ വിലയൊക്കെ പറയും. നമ്മളത് ചെറുതാക്കി മേടിക്കണം. കുറേ സമയം നമുക്ക് ഇതിനകത്ത് തന്നെ പോകും. ഇത് പലതരത്തിലുള്ള ബാലാജിയുടെ ഇതുണ്ട്. പലതരത്തിലുള്ള പല വലിപ്പത്തിലുള്ള വീട്ടിലേക്ക് കൊണ്ടുപോക്കാൻ നല്ല രസമുണ്ടായിരിക്കും. ഇതെന്നാ ആയിട്ടോ? പ്ലാസ്റ്റിക് ആണോ അണ്ണാ? പ്ലാസ്റ്റിക് ഫൈബറാന്ന് പറഞ്ഞു. ഫൈബർ. ഹൗ മച്ച്? ഇതെത്രയാ? 70 രൂപ എന്നാണ്. ബാലാജി എന്നാണ് വിളിക്കുക. ഇതാണ് നമ്മുടെ ബാലാജി. ഇതാണ് നമ്മുടെ ബാലാജി. ഹൗ മച്ച്? 100 രൂപ പറഞ്ഞു. പിന്നെ ഇത് കൊള്ളാലടാ. ఇది వరకు నడుతుంది 5 రూపాయలు లాభానికి అమ్ముకుంటాను మేడం. షాపులో మాదిరి చెప్పారు 250 300. ఇదో ఇది కావాలా? ఎంత ఇస్తారు చెప్పండి. అదనే అడగండి పలానా.
ഹായ് SM വ്ളോഗിലേക്ക് സ്വാഗതം. ഞങ്ങളിപ്പം തിരുമലയിലാണ്. ഇവിടുത്തെ വിശേഷങ്ങളെല്ലാം കഴിഞ്ഞു. ഇനി അടുത്തത് തിരുപ്പതിയിലോട്ട് പോവാം. ഞങ്ങൾ ഇപ്പം തിരുപ്പതിയിലെടുത്ത് എത്തിയിട്ട് റൂം എടുത്ത് കഴിഞ്ഞ് ചുമ്മാ രാത്രി ഒന്ന് കറങ്ങാൻ വേണ്ടി ഇറങ്ങിയപ്പം ഡ്രസ്സൊക്കെ ഉള്ള കടകളിലേക്ക് ഒന്ന് പോകാമെന്ന് വിചാരിച്ചപ്പം ഗാന്ധി റോഡ് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അപ്പം അങ്ങോട്ട് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുക. ചുമ്മാ അവിടെ ഡ്രസ്സിനൊക്കെ വിലക്കുറവാന്നൊക്കെ പറഞ്ഞ് അവിടെയൊന്നും കാണുകയൊക്കെ ചെയ്യാമല്ലോ. ചുമ്മാ ഇരുന്നിട്ട് കാര്യമില്ല. നമ്മൾ എവിടെയെങ്കിലുമൊക്കെ കറങ്ങുക. നമ്മൾ ട്രാവൽ എന്ന് പറയുമ്പോൾ അങ്ങനെയാണ്. വൈകുന്നേരങ്ങളിൽ ഫുഡ് കഴിക്കുക, എൻജോയ് ചെയ്യുക, കറങ്ങുക ഒക്കെ നമ്മുടെ ഇതിനകത്ത് വരുന്നതല്ല. ഒരു ഓട്ടോ കിട്ടിയിട്ടുണ്ട്, ആ ഓട്ടോയിലാണ് പോകുന്നത്. ഇതൊക്കെ ഇവിടെയെല്ലാം ഷെയർ ഓട്ടോകളാണ്. ഷെയർ ഓട്ടോ എന്ന് പറഞ്ഞാൽ ഒരു ഓട്ടോയിൽ 6 പേര് 7 പേര് ഒക്കെ കയറും. അങ്ങനെയുള്ള ഓട്ടോകളാണ്. ചുമ്മാ ഞങ്ങൾ 3 പേരാണ് 100 രൂപ പറഞ്ഞു. എന്നാലും ഞങ്ങളിപ്പം എന്തായാലും നമുക്ക് ചുമ്മാ ഒന്ന് പോയി നോക്കാം അവിടെ എന്താ സംഭവം എന്നുള്ള അറിയാലോ. അപ്പോൾ ഞങ്ങളുടെ ഈ അണ്ണൻ്റെ ഓട്ടോയിലാണ് പോകുന്നത്. കുറേ കടകളെല്ലാം അടുത്തടുത്തുണ്ട് കേട്ടോ. ഇതിലുള്ള ബ്ലോക്കാണ് കേട്ടോ. ഓട്ടോച്ചാരൻ അവിടെ കിടന്ന് 8 കുറ്റിയും കളിക്കുക. വണ്ടി എങ്ങനെ പറ്റിയാലും അവിടുന്ന് ഇവിടുന്ന് എല്ലാം വണ്ടി വരുക. ഇത്രയും വഴികൾ. ഏതൊക്കെ വണ്ടി എവിടെ നിന്ന് വരുന്നു? ഒറ്റ ഹെൽമെറ്റ് പോലും വെക്കത്തില്ല. പുള്ളി കലിപ്പ ഗായ്സ്, പുള്ളി കലിപ്പാണ്. ഇപ്പൊ വണ്ടി ഒന്ന് കറക്കണമെങ്കിൽ ദൈവമേ ഭയങ്കര കഷ്ടപ്പാടാണ് കേട്ടോ. ഇവിടെ ഓടിക്കണമെങ്കിൽ അതുപോലെ ഇതുള്ളവർക്കായിരിക്കണം ഓടിക്കുക. അതുപോലെ പാടാം. ഇപ്പൊ നാളെ ഞങ്ങൾ പ്ലാൻ ചെയ്തേക്കുന്ന വെച്ച് കഴിഞ്ഞാൽ നാളെ രാവിലെ ഞങ്ങൾ പോയ അമ്പലങ്ങളൊക്കെ എനിക്കറിയാം. അമ്പലങ്ങൾ ഓട്ടോ എടുത്തിട്ട് ഓട്ടോയുടെ ചാർജ് എല്ലാം നോക്കിയിട്ട് അതനുസരിച്ച് നമുക്ക് അഫോർഡബിൾ ആണെങ്കിൽ അതനുസരിച്ച് നമുക്ക് ഓട്ടോ എടുത്ത് എല്ലായിടത്തും ഒന്ന് കറങ്ങാമെന്നാണ് ഞങ്ങൾ പ്ലാൻ ചെയ്തേക്കുന്നത്. ഇന്ന് ഞങ്ങൾ തിരുപ്പതിയിൽ നിന്ന് തിരിച്ചു പോകാനുള്ള പ്ലാനിങ് എന്ന് പറഞ്ഞാൽ തിരുപ്പതി ഇന്നും കൂടെ കറങ്ങിയിട്ട് ഞങ്ങൾ തിരിച്ച് കോട്ടയത്തേക്ക് പോവാണ്. തിരുപ്പതിയിലെ ലാസ്റ്റ് ഡേ ആണ്. മാക്സിമം എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി നോക്കും. എന്തായാലും ഇന്ന് രാത്രിയോടുകൂടി ഞങ്ങൾ തിരുപ്പതിയോട് വിട പറയും. തിരുപ്പതി ബ്ലോഗ് എൻഡ് ചെയ്യും. അപ്പോൾ വന്നിട്ട് ഞങ്ങളിപ്പം ഞായറാഴ്ച രാവിലെ ഇവിടെ വന്നു. ഞായർ, തിങ്കൾ, ചൊവ്വ, ഇന്ന് 3 ദിവസമായി. നാട്ടിൽ നിന്ന് പോന്നിട്ട് ഇപ്പോൾ 4 ദിവസമായി. അങ്ങനെ തിരുപ്പതി ബ്ലോഗ് അവസാന ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. മാക്സിമം ഇന്ന് എക്സ്പ്ലോർ ചെയ്യണം. ഇന്ന് 9:00-ക്കാണ് ട്രെയിൻ. ഗായ്സ്, നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. മറക്കരുത്, ഞങ്ങളുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. ഹായ് ഗായ്സ്, ഞങ്ങളൊരു ഓട്ടോ കിട്ടി. അമ്പലങ്ങളിലോട്ടൊക്കെ പോയിക്കൊണ്ടിരിക്കുക. 5 അമ്പലം ഓട്ടോ വിട്ടിട്ട് 800 രൂപ എന്നാണ് പറഞ്ഞത്. ഓട്ടോക്കാരനാണ് ഫോണൊക്കെ വിളിച്ച് ഓടിക്കുന്നത്. ഇവിടെ അതൊന്നും പ്രശ്നമില്ല. ഇവിടെ ആരും ഹെൽമെറ്റും വെക്കാറില്ല, ഒന്നുമില്ല. ഹെൽമെറ്റ് വെച്ച് ഇവിടെ ആരെ ഞാൻ കണ്ടിട്ടില്ല. ഹെൽമെറ്റ് ഇവർക്കെന്തോ അലർജിയാണെന്ന് തോന്നുന്നു. ഹായ് ഗായ്സ്, അങ്ങനെ നമ്മൾ ഗോവിന്ദരാജസ്വാമി ടെമ്പിളിൽ വന്നിരിക്കുകയാണ്. നല്ല തിരക്കാണ്. ഇവിടെ ഫോൺ വെക്കേണ്ട വരും. വേണ്ട ഫോൺ വെക്കേണ്ട വരും. ഇവിടെ ആണെങ്കിൽ എല്ലാവരും വന്ന് നാമം പോടുന്നുണ്ടോയെന്ന് ചോദിച്ചു. നമ്മളിപ്പം ആ അമ്പലത്തിലോട്ട് കയറാൻ പോവാണ്. ബാഗും മൊബൈലും ഒക്കെ ഇവിടെ വെക്കണം, എന്നിട്ട് വേണം കയറാൻ. ഇവിടെ മുഖം പോലെ നമുക്ക് ഫീൽ ചെയ്ത് കണ്ടു കഴിഞ്ഞു. ഇത് ഫ്ലൈ ഓവർ കയറുമ്പോൾ കറക്റ്റായിട്ട് നമുക്ക് അറിയാൻ പറ്റും. ആ മേളിൽ തന്നെയാണ് അമ്പലവും. ഞങ്ങളൊരു ഓട്ടോയിലാണ് പോകുന്നത്. 800 രൂപയാണ് ഓട്ടോ കൂലി പറഞ്ഞ്. 5 അമ്പലങ്ങൾ കാണുന്നതിന്. ഒരമ്പലത്തിൽ തൊഴുതു, അടുത്ത അമ്പലത്തിലോട്ട് പോവാം. അമ്പലത്തിന് അവിടെയൊന്നും ഫോൺ യൂസിങ് അല്ല. ഫോൺ നമ്മൾ ഇവിടെ വെക്കേണ്ട വരും, എന്നാലേ കയറാൻ പറ്റത്തില്ല. ഫോൺ, ഇലക്ട്രോണിക്സ് ഐറ്റംസൊക്കെ. അപ്പോൾ നല്ല ചൂടാണ് കേട്ടോ. AC റൂം വേണ്ടി വരും. അല്ല, ഒരു AC റൂമിലാണ് ഞങ്ങൾ അറിയാവുന്നതുകൊണ്ട് AC റൂം എടുത്തത്. അല്ലെ രാത്രി ഉറങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്.
ഓട്ടോക്കാരൻ എന്തോ പറയുന്നത്? ആ, ഗോവിന്ദ മന്ദിർ. എൻട്രി. ഓക്കെ. നമ്മളിപ്പോൾ കപിലേശ്വര സ്വാമി അമ്പലത്തിൽ വന്നിരിക്കുകയാണ്. ഇവിടെയാണ് മറ്റേ മേളിൽ നിന്നൊരു വെള്ളച്ചാട്ടത്തിന് താഴെ ശിവലിംഗം ഇരിക്കുന്നത്. ഇപ്പത്തിലുള്ള അമ്പലം. കുരങ്ങനൊക്കെ ഉണ്ട് ഇവിടെ. ഇതാ നമ്മളങ്ങോട്ട് കയറുന്നതിൻ്റെ ഇത് കുരങ്ങൻ മേളിൽ ഇരിക്കുന്നുണ്ട്. അടിപൊളി ഒരു കുരങ്ങൻ. ഇത് നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തിരുമലയിലേക്ക് പോകുന്ന അതിൻ്റെയൊക്കെ ചോട്ടിലായിട്ട് വരുന്ന ഒരു അമ്പലമാണ്. ഇച്ചിരി ദൂരമുണ്ട് അവിടുന്ന്, നമ്മൾ റൂമിൻ്റെ അവിടുന്ന് നമുക്ക് അമ്പലത്തിനകത്തിട്ട് കയറാം. അമ്പലം നല്ല സൂപ്പർ ഒരു അമ്പലം. അതായത് വലിയ വെള്ളച്ചാട്ടമാണ്. ഇതിൻ്റെ താഴെയാണ് ശിവലിംഗത്തിൽ ചെറിയൊരു ശിവലിംഗം. ഇപ്പോൾ വെള്ളമൊന്നും കാണത്തില്ല, ഇവിടെ ചൂടുകാലമായതുകൊണ്ട് വെള്ളം കാണാൻ ചാൻസ് കുറവാണ്. കടകളുണ്ട് ഇവിടെ, കുറേ പൂജാ സാധനങ്ങളും ബുക്കുകളും ഒക്കെ വയ്ക്കുന്ന കടകളും, പിന്നെ ജ്യൂസും വെള്ളവും അങ്ങനെയുള്ള കടകളും, പിന്നെ കുറേ കടകളുണ്ട് ഇവിടെ. അമ്പലത്തിൻ്റെ അകത്തോട്ട് ഇപ്പം മൊബൈൽ എടുക്കാൻ തോന്നുന്നു, നോക്കാം. പോലീസ് വരുന്നുണ്ട്. അമ്പലം ഈ മേളിലൊരു ശിവലിംഗമുണ്ട്. അവിടുന്ന് വെള്ളം വന്ന് ഇങ്ങനെ ഈ താഴെ വരെ പോകാറുണ്ട്. വെള്ളം ഇല്ലാത്തതുകൊണ്ട്, വെള്ളം ഉണ്ടെങ്കിൽ ഇങ്ങനെ വലിയ വെള്ളച്ചാട്ടം. ബാഹുബലി സിനിമയ്ക്കകത്തൊക്കെ കാണുന്നത് മേളിൽ ഇങ്ങനെ വെള്ളം താഴ്ത്തുകയാണ്. അതുപോലെ ഇരിക്കും, അടിപൊളിയാണ്. നല്ല രസമാണ് ഇത് കാണാനായിട്ട്. കുറേ പിള്ളേർ താഴെ കുളിക്കുന്നുണ്ട് കേട്ടോ. കുളമുണ്ട്, നല്ല തണുപ്പുള്ള വെള്ളം.
ബൈക്കിൻ്റെ വർക്ക്ഷോപ്പാണ് ഈ ചെറിയൊരു കുഞ്ഞൊരു വർക്ക്ഷോപ്പ്. பண்ணணும் அதை பிளாட்ஃபார்ம் போட்டு தூரம் போயிடுச்சு. இங்கதான் பண்ணணும். வெயில் மழையா எல்லாம் கோயிந்தா தம்பி நல்லா വൈട്രി ഹായ്, SM ബ്ലോഗിലേക്ക് സ്വാഗതം. തിരുമല തിരുപ്പതി ഞങ്ങളെ ദർശനമെല്ലാം കഴിഞ്ഞു. ഇപ്പോൾ ഞങ്ങൾ കോട്ടയത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. തിരുപ്പതിയുടെ ഫുൾ വീഡിയോ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞങ്ങൾ കോട്ടയത്തോട്ട് പോവാം. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളെ സപ്പോർട്ട് ചെയ്തപ്പോൾ ഞങ്ങളുടെ വീഡിയോ കണ്ടവർക്ക് നന്ദി. എല്ലാവർക്കും ഞങ്ങളുടെ ഈ ബ്ലോഗിലേക്ക് സ്വാഗതം. ബൈ.